നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ ബോണ്ടയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വിഭവമാണിത്. ഇതിൻ്റെ മസാലക്കൂട്ടിന് നല്ല സ്വാദാണ്. അപ്പോൾ നമുക്കൊട്ടും സമയമില്ലാത്തപ്പോൾ ഈ ഒരു വിഭവം ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ബോണ്ട ആയത് കാരണം ബോണ്ട മുക്കി പൊരിക്കാനുള്ള ബാറ്ററാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനകത്തേക്ക് 2 നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ലംസൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങാണ്, ബോണ്ട പോലെ തന്നെ. അപ്പോൾ അതിന് ഞാനൊരു 5 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തൊക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, ഒരു 5-6 കഷ്ണമുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് സാധാരണ വേകുന്ന ടൈം മാത്രം മതി. ചിക്കന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. എൻ്റെ കുക്കറിൽ ഒരു 8 വിസിൽ വന്നപ്പോൾ കിഴങ്ങൊക്കെ വെന്ത് കിട്ടി. എന്നിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് അതും ഇട്ട് വഴറ്റാം. സവാള ഒട്ടും തന്നെ സോഫ്റ്റ് ആണോന്നില്ല, ബോണ്ടയിലൊന്ന് കടിക്കണം നല്ലതായിരിക്കും, പക്ഷേ എൻ്റെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കട്ട് ചെയ്താണ്, അതുകൊണ്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് കുറച്ച് വേപ്പില അതും ഇട്ട് വഴറ്റാം. ഇനി ആ വെന്ത ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ കിള്ളിയാണ് എടുത്തത്. എന്നിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൽ അത്യാവശ്യം ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞും കിട്ടണം ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോണ്ടയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മസാല തന്നെ മതി നമുക്ക് നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല സ്വാദാണ് ഈ മസാലയ്ക്ക് ഇട്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അരിപ്പൊടിയും സോഡാപ്പൊടിയും ചേർത്ത് മൈദ കലക്കി വെച്ചത് ബോണ്ട നല്ല ക്രിസ്പി ആകാനാണ്. അപ്പോൾ ഇത് ഏതാണ്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിൽ ഉടയാത്ത ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല മൊത്തം ഞാൻ എടുക്കുന്നില്ല, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിറ്റേന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നോമ്പിനൊക്കെ ഇതുപോലെ നമ്മൾ അധികം മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ഉരുളകളും ബാറ്ററിൽ ഇതുപോലെ മുക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് കോരി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അതാണ് ഓയിലിൻ്റെ കളറ് കുറച്ച് മാറിയിരിക്കുന്നത്. ഫ്രഷ് ഓയിലാണ് ഉപയോഗിച്ചതല്ല അത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്ന് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഒരുവിധം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നല്ല ക്രിസ്പി ചിക്കൻ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.